നമസ്കാരം. ജനം ടിവിയും ഡൽഹി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന പാഞ്ചജന്യം ഭാരതവും സംയുക്തമായി അവതരിപ്പിക്കുന്ന ശ്രീരാമസാഗരത്തിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. ധർമ്മവും നീതിയും കരുണയും ചേർന്നൊരു ഉത്തമ ഭരണത്തിന്റെ പ്രതീകമാണ് രാമരാജ്യം. ശ്രീരാമന്റെ ഭരണകാലത്ത് പ്രജകളുടെ ക്ഷേമത്തിനും സമാധാനത്തിനും നീതിക്കും പരമപ്രാധാന്യം ലഭിച്ചു എന്നാണ് രാമായണ പാരമ്പര്യം പറയുന്നത്. ആരും ഭയപ്പെടാതെ, അനീതിക്ക് ഇടമില്ലാതെ എല്ലാവർക്കും തുല്യ പരിഗണന ലഭിക്കുന്ന ഒരു സമൂഹ സങ്കല്പമായിരുന്നു രാമരാജ്യം. രാജാവിന്റെ സുഖത്തെക്കാൾ പ്രജകളുടെ സന്തോഷത്തിന് വില കൽപ്പിച്ച ശ്രീരാമന്റെ ഭരണദർശനം ഇന്നും മാതൃകയായി ഓർമ്മിക്കപ്പെടുന്നു. ധർമ്മത്തിൽ അധിഷ്ഠിതമായ ഭരണമാണ് യഥാർത്ഥ രാജ്യഫലം എന്ന സന്ദേശമാണ് ശ്രീരാമ രാജ്യഫലം നമ്മിലേക്ക് പകരുന്നത്. ശ്രീമദ് അധ്യാത്മ രാമായണം ശ്രീരാമ രാജ്യഫലം പാരായണം ചെയ്യുന്നത് സിന്ധുജി. കാണാം രാമകഥ മാധുരി. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേദസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമഃ. ജാനകീ ദേവിയോടും കൂടി രാഘവൻ ആനന്ദം ഉൾക്കൊണ്ടു രാമഭോഗാന്വിതം അശ്വമേധാദിയാം യാഗങ്ങളും ചെയ്തു വിശ്വപവിത്രയാം കീർത്തിയും പൊങ്ങിച്ചു നിശേഷ സൗഖ്യം വരുത്തി പ്രജകൾക്കു വിശ്വമെല്ലാം പരിപാലിച്ചരുളിനാൻ. വൈദവ്യ ദുഃഖം വനിതമാർക്കില്ലൊരു വ്യാധി ഭയവും ഒരുത്തർക്കുമില്ലല്ലോ. സസ്യപരിപൂർണയല്ലോ ധരിത്രിയും ദസ്യുഭയവും ഒരിടത്തുമില്ലല്ലോ. ബാലമരണമകപ്പെടുമാറില്ല കാലേ വരുഷിക്കുമല്ലോ ഘനങ്ങളും. രാമപൂജാപരന്മാർ നരന്മാർ ഭുവി രാമനെ ധ്യാനിക്കുമേവരും സന്തതം. വർണ്ണാശ്രമങ്ങൾ തനിക്കും തനിക്കുള്ളതൊന്നും ഇളക്കം വരുത്തുകില്ലാരുമേ. എല്ലാവനുമുണ്ട് അനുകമ്പ മനസ്സേ, നല്ലതൊഴിഞ്ഞൊരു ചിന്തയില്ലാർക്കുമേ. നോക്കുമാറില്ലാരുമേ പരദ്ധാരങ്ങളോർക്കയുമില്ല പരദ്രവ്യമാരുമേ. ഇന്ദ്രിയ നിഗ്രഹമെല്ലാവനും ഉണ്ടു നിന്ദയുമില്ല പരസ്പരമാർക്കുമേ. നന്ദനന്മാരെ പിതാവു രക്ഷിക്കുന്ന വണ്ണം പ്രജകളെ രക്ഷിച്ചു രാഘവൻ. സാകേതവാസികളായ ജനങ്ങൾക്കു ലോകാന്തര സുഖമെന്തോന്നിതിൽ പരം. വൈകുണ്ഠലോകഭോഗത്തിനു തുല്യമായി ശോകമോഹങ്ങളകന്നുമേ വീടിനാർ. അധ്യാത്മരാമായണമിതമെത്രയും അത്യുത്തമോത്തമം മൃത്യുഞ്ജയപ്രോക്തം. അധ്യയനം ചെയ്യിൽ മർത്യന ജന്മന മുക്തി സിദ്ധിക്കുമതിനില്ല സംശയം. മൈത്രീകരം ധനധാന്യവൃദ്ധിപ്രദം ശത്രുവിനാശനം ആരോഗ്യവർദ്ധനം. ദീർഘായുരർത്ഥപ്രദം പവിത്രം പരം സൗഖ്യപ്രദം സകലാഭീഷ്ടസാധകം. ഭക്ത്യാ പഠിക്കിലും ചൊൽകിലും തൽക്ഷണേ മുക്തനായിടും മഹാപാതകങ്ങളാൽ. അർത്ഥാഭിലാഷി ലഭിക്കും മഹാധനം, പുത്രാഭിലാഷി സുപുത്രനെയും തഥാ. സിദ്ധിക്കുമാര്യ ജനങ്ങളാൽ സമ്മതം വിദ്യാഭിലാഷി മഹാബുധനായി വരും. വന്ധ്യായുവതി കേട്ടിടുകിൽ നല്ലൊരു സന്തതിയുണ്ടാം അവൾക്കെന്നു നിർണയം. ബദ്ധനായുള്ളവർ മുക്തനായി വന്നിടും, ആർത്തി കേട്ടിടുകിൽ അർത്ഥവാനായി വരും. ദുർഗങ്ങളെല്ലാം ജയിക്കായി വരും അതിദുഃഖിതൻ കേൾക്കിൽ സുഖിയായി വരും അവൻ. ഭീതനിതു കേൾക്കിൽ നിർഭയനായി വരും, വ്യാധിതൻ കേൾക്കിൽ അനാതുരനായി വരും. ഭൂതദൈവാത്മാർത്ഥമായുടനുണ്ടാകും ആദികളെല്ലാം അകന്നുപോം നിർണയം.
ദേവപിതൃഗണതാപസമുഖ്യന്മാർ ഏവരുമേറ്റം പ്രസാദിക്കുമധ്യരം. കന്മഷമെല്ലാം അകലുമേ അതേയല്ല, ധർമാർത്ഥ കാമമോക്ഷങ്ങൾ സാധിച്ചിടും. അധ്യാത്മരാമായണം പരമേശ്വരൻ അദ്രിസുതയ്ക്കുപദേശിച്ചിതാധരാൽ. നിത്യവും ശുദ്ധബുദ്ധ്യാ ഗുരുഭക്തി പൂണ്ട് അധ്യയനം ചെയ്യലും മുതാ കേൾക്കിലും സിദ്ധിക്കുമെല്ലാം അഭീഷ്ടമെന്നിങ്ങനെ ബദ്ധമോദം പരമാർത്ഥമിതൊക്കവേ. ഭക്ത്യാ പറഞ്ഞടങ്ങി കിളിപ്പൈതലും ചിത്തം തെളിഞ്ഞു കേട്ടു മഹാലോകരും. ഇതധ്യാത്മരാമായണേ ഉമാമഹേശ്വര സംവാദേ യുദ്ധകാണ്ഡം സമാപ്തം. ഹരേ അയോധ്യയിൽ തുടങ്ങി ലങ്കയിൽ അവസാനിക്കുന്ന രാമായണത്തിന്റെ ഭൂമിശാസ്ത്രം ഭാരതത്തിന്റെ വിശാലമായ സാംസ്കാരിക ഭൂപടം തന്നെ വരച്ചു കാട്ടുന്നു. സരയൂ തീരത്തെ അയോധ്യയിൽ നിന്ന് ഗംഗാതീരം, ചിത്രകൂടം, ദണ്ഡകാരണ്യം, പഞ്ചവടി, കിഷ്കിന്ധ, രാമേശ്വരം എന്നിവ കടന്ന് സമുദ്രത്തിനപ്പുറമുള്ള ലങ്കയിലേക്കാണ് ശ്രീരാമന്റെ യാത്ര. ഈ യാത്രയിൽ ഉത്തരേന്ത്യ മുതൽ ദക്ഷിണേന്ത്യ വരെ വിവിധ നദികളും പർവ്വതങ്ങളും വനപ്രദേശങ്ങളും സമുദ്രതീരങ്ങളും കടന്നു വരുന്നു. അതുകൊണ്ട് തന്നെ രാമായണത്തിന്റെ ഭൂമിശാസ്ത്രം ഒരു യാത്രയുടെ വിവരണം മാത്രമല്ല, ഭാരതത്തിന്റെ പ്രകൃതിയെയും സംസ്കാര വൈവിധ്യത്തെയും ബന്ധിപ്പിക്കുന്ന ഒരു മഹത്തായ പൈതൃക ഭൂപടം കൂടിയാണ്. ഭൂമിയെയും പ്രകൃതിയെയും കാടിനെയും ജീവജാലങ്ങളെയും ഒക്കെ നാം മനുഷ്യർ എങ്ങനെ സംരക്ഷിക്കണമെന്ന് കൂടി രാമായണം നമ്മെ പഠിപ്പിക്കുന്നു. രാമായണത്തിന്റെ ഭൂമിശാസ്ത്രം എന്ന വിഷയമാണ് പ്രശസ്ത സാഹിത്യകാരനും അധ്യാപകനുമായ ഡോക്ടർ ജോർജ് ഓണക്കൂർ സാർ നമ്മെ പരിചയപ്പെടുത്തുന്നത്. കാണാം രാമാമൃതം. രാമായണത്തിലെ ദേശഭൂപടം ഏത് സാഹിത്യ കൃതിയും ഒരർത്ഥത്തിൽ മനുഷ്യജീവിതത്തിൻ്റെ ആവിഷ്കാരമാണ്. മനുഷ്യൻ ഒറ്റപ്പെട്ട ഒരു ജീവിയല്ല, സമൂഹത്തിൽ ജീവിക്കുന്ന ആളാണ്. ഈ പ്രകൃതിയുടെ ഭാഗമാണ്. പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കാൻ വിധിക്കപ്പെട്ടവനാണ് മനുഷ്യൻ. അല്ലെങ്കിൽ ജീവസൃഷ്ടികളിൽ ഏറ്റവും, അങ്ങനെ പറയാമോ എന്നെനിക്കറിയില്ല, ഏറ്റവും പൂർണ്ണത നേടാൻ കഴിഞ്ഞ സവിശേഷ ജന്മം എന്ന് പറയുന്നത് മനുഷ്യജന്മമായിട്ടാണ് നമ്മൾ കരുതുന്നത്. അങ്ങനെയാണ് നമ്മുടെ നിഗമനം എന്ന് പറയുക. അപ്പോൾ വിശേഷപ്പെട്ട ജീവി മനുഷ്യൻ, സംസ്കാരമുള്ള ജീവി മനുഷ്യൻ. ഇപ്പോഴത്തെ പുതിയ കാലത്തിൻ്റെ ചിന്തയുമായിട്ട് അത് ഒത്തുപോകുമെന്ന് എനിക്ക് നിശ്ചയമില്ല. എങ്കിലും മനസ്സിൽ ഉറച്ചുപോയ ആശയം ആവിഷ്കരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു പൂർണ്ണത ബോധം, പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കുന്ന അവസ്ഥ എന്ന് പറയുന്നത് മനുഷ്യന് സിദ്ധമാണ്. അതുകൊണ്ടാണ് പ്രകൃതിയുടെ മേൽ മനുഷ്യന് ഒരു അധീശത്വം ഉണ്ട്. അത് പ്രകൃതിയെ നശിപ്പിക്കാനല്ല, പ്രകൃതിയെ സംരക്ഷിക്കാനാണ്, പ്രകൃതിയെ സേവിക്കാനാണ്, പ്രകൃതി ദേവതയാണ് എന്ന് കരുതി ആരാധിക്കാനുള്ള അവകാശമാണ് അത്. അല്ലാതെ എന്ത് ദുർനടപ്പിനും വിധേയമാക്കാൻ പ്രകൃതിയെ വിട്ടുകൊടുക്കുക എന്നുള്ളതല്ല അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് സന്ദേഹമില്ലാതെ ഞാൻ പറഞ്ഞുകൊള്ളട്ടെ. അപ്പോൾ പ്രകൃതിയുടെ രക്ഷകനാണ് മനുഷ്യൻ. ഭൂമിയുടെ അധികാരിയല്ല, ഭൂമിയുടെ അവകാശിയാണ് മനുഷ്യൻ. ആ അവകാശം എന്ന് പറയുന്നതാകട്ടെ ഭൂമിയെ സംരക്ഷിക്കുവാനുള്ള അവകാശം ആണ്. ഭൂമിയെ പാലിക്കുക, വൃക്ഷങ്ങളെ, സസ്യലതാദികളെ മുഴുവൻ, മൃഗങ്ങളെ, പക്ഷികളെ, ഇതെല്ലാം ഉൾക്കൊള്ളുന്ന ഈ ജീവപ്രകൃതിയെ സംരക്ഷിക്കുവാൻ വിധിക്കപ്പെട്ടവനാണ് മനുഷ്യൻ എന്ന് പറയുക. അതാണ് അതിൻ്റെ ഏറ്റവും വലിയ ഭൂപടത്തിൻ്റെ മഹത്വം, മഹിമ എന്ന് പറയുന്നത്. ജോഗ്രഫി എന്ന് പറയുമ്പോൾ അതിൽ പ്രകൃതി മുഴുവൻ ഉൾക്കൊള്ളുന്നുണ്ട്. പ്രകൃതിയുടെ സമസ്ത ഭാവങ്ങളും ജീവശക്തികളും ഉൾക്കൊള്ളുന്നുണ്ട് എന്ന് നമുക്ക് അറിയാം. രാമായണത്തിലെ
ഇപ്പോൾ സാധാരണഗതിയിൽ നമ്മൾ പറയും എന്താണ് ഭൂമിയിലോട്ടുള്ള സഞ്ചാരം എന്ന് പറയുക. അയോധ്യയിൽ ഭരണം നടത്തിയിരുന്ന രാജാവ് ദശരഥൻ മകനെ കാട്ടിലേക്ക് അയക്കുകയാണ്. കാടും മേടും താണ്ടി കൈലാസം കടന്ന് വിവിധ ജീവപഥങ്ങളിലൂടെ സഞ്ചരിച്ച് കാടിനുള്ളിലൂടെയുള്ള സഞ്ചാരമാണ്. അപ്പോൾ നാട്ടിൽ നിന്ന് കാട്ടിലേക്ക് ആണ്. കാട് എന്ന് പറയുന്നത് നിർജ്ജനമായ ഒന്നല്ല, അല്ലെങ്കിൽ അകലെ എങ്ങോ നിൽക്കുന്ന നമുക്ക് എളുപ്പം എത്തിപ്പെടാൻ കഴിയാത്ത ഒന്ന് ആയിട്ടല്ല കാടിനെ നമ്മൾ സങ്കല്പിക്കുന്നത്. മറിച്ച് കാട് ജീവപ്രകൃതിയുടെ ഒരു ഭാഗം തന്നെയാണ്. അപ്പോൾ കാട്ടിൽ വന്ന് താമസിക്കുന്നു, അവിടുത്തെ ജീവിതവുമായിട്ട് ഇണങ്ങി കഴിയുന്നു. പ്രകൃതിയെ സ്നേഹിക്കുന്നത് എങ്ങനെയാണ്, കാടിനെ എങ്ങനെയാണ് ആരാധിക്കുന്നത്. ഞാൻ വളരെ മനോഹരമായ ഒരു ബംഗാളി നോവൽ വായിച്ചിട്ടുണ്ട്. അത് പ്രബോധ് കുമാർ സന്യാലിൻ്റെ ആരണ്യക് എന്നുള്ള നോവൽ ആണ്. കാട് ഒരു പ്രകൃതിയായിട്ട്, ഒരു ഭംഗിയായിട്ട്, ഒരു സംസ്കാര ഭാവമായിട്ട് മാറുന്ന അവസ്ഥാവിശേഷമാണ് ആ നോവലിൽ കാണാൻ കഴിയുക. ഇതിൻ്റെ ഒക്കെ ഒരു ഉറവിടം എന്ന് പറയുന്നത് എനിക്ക് തോന്നും രാമായണത്തിലെ ഈ രാജകുമാരകൻ കാട്ടിൽ വന്ന് വസിക്കുന്നു, ഭാര്യയോടൊത്ത് സഹോദരനോടൊത്ത് താമസിക്കുന്നു. അവിടെ വെച്ച് ഉണ്ടാകുന്ന നമുക്കറിയാം സീതയെ അപഹരിച്ചു കൊണ്ടുപോകുന്ന രാവണൻ്റെ കിരാതമായ ഭാവത്തെക്കുറിച്ച് വളരെ ഹൃദ്യമായി രാമായണത്തിൽ അവതരിപ്പിക്കുന്നുണ്ടല്ലോ. വളരെ ശക്തമായ, ഒരുപക്ഷെ സ്ത്രീയുടെ മേൽ നടത്തപ്പെടുന്ന ആദ്യത്തെ ക്രൂരത എന്ന് പറയുന്നത് അധിനിവേശത്തിൻ്റെ പ്രശ്നം. ഭൂമിയെ കീഴ്പ്പെടുത്താൻ ആധുനിക കാലത്ത് പരിഷ്കൃതരെന്ന് ഭാവിക്കുന്ന ഭരണാധികാരികൾ നടത്തുന്ന ക്രൂരമായ പ്രവർത്തനങ്ങൾക്ക് വേറൊരു രൂപത്തിൽ, കാരണം സീത എന്ന് പറയുന്ന ഭൂമിപുത്രിയാണ്. അപ്പോൾ സീതയെ അപഹരിക്കുക എന്നത് വഴി ഭൂമിയെ അധീനമാക്കാനുള്ള ഒരു രാജതന്ത്രത്തിൻ്റെയോ അല്ലെങ്കിൽ അധികാര തന്ത്രത്തിൻ്റെയോ ആധുനിക കാലത്ത് സംഭവിച്ചു കൊണ്ടിരിക്കുന്ന അധിനിവേശത്തിൻ്റെയോ മറ്റൊരു രൂപാന്തരം ആണ് രാമായണത്തിൽ കാണുക. അപ്പോൾ സീതയെ അപഹരിച്ചു കൊണ്ടുപോകുക, വേറൊരു കടൽ കടന്ന് കൊണ്ടുപോവുകയാണ്, കടൽ കടത്തി കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. ലങ്കയിലേക്കുള്ള സീതയെ അപഹരിച്ചു കൊണ്ടുപോകുന്ന രാവണൻ്റെ ഒരു ദുഷ്ടാധികാരത്തിൻ്റെ പ്രകടനം അവിടെ നമ്മൾ മനസ്സിലാക്കുന്നു. അപ്പോൾ ഭൂമിയുടെ മേലുള്ള ആക്രമണമാണ്, ദേശത്തിൻ്റെ മേലുള്ള ആക്രമണമാണ്, സംസ്കാരത്തിൻ്റെ മേലുള്ള ആക്രമണമാണ്. ആ ആക്രമണത്തെ പരാജയപ്പെടുത്തുന്നതിന് കാനനവാസികളായ ഹനുമൽ പ്രവൃത്തികളുടെ അല്ലെങ്കിൽ സുഗ്രീവൻ ആദിയായിട്ടുള്ള രാജാക്കന്മാരുടെ സഹകരണത്തോടു കൂടിയിട്ടാണ് രാമൻ അത് ചെയ്യുന്നത്. നാട്ട് അരജനായ രാമൻ കാനനവാസികളായിരിക്കുന്ന ആളുകളുടെ ജീവികളുടെ സഹകരണത്തോടു കൂടി അധികാരത്തിൻ്റെ ദുർവിനിയോഗത്തെ പരാജയപ്പെടുത്തുന്ന കുടില തന്ത്രത്തെ പൂർണ്ണമായി ഇല്ലായ്മ ചെയ്യുന്ന സത്യത്തിൻ്റെ ഒരു വാഴ്ച, സ്നേഹത്തിൻ്റെ ഒരു വാഴ്ച, മാനവികതയുടെ ഒരു ഉയർച്ച രാമായണത്തിൽ ഈ ഭൂമിയെ അടിസ്ഥാനമാക്കിക്കൊണ്ട് ഭൗമികമായിരിക്കുന്ന ഈ അധികാരത്തിൻ്റെ മാറ്റങ്ങളെ അടിസ്ഥാനമാക്കിക്കൊണ്ട് വായിച്ചെടുക്കാൻ കഴിയുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ രീതിയിലൊക്കെ നമ്മൾ ഈ മഹാകാവ്യത്തെ, ആദികാവ്യത്തെ, സംസ്കാരത്തിൻ്റെ ഈ ഈറ്റില്ലത്തെ ദർശിക്കണം, ആരാധിക്കണം, ആദരിക്കണമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഓരോ കാലത്തിനും ചേരുന്ന വിധത്തിൽ, ഇണങ്ങുന്ന വിധത്തിൽ രാമായണത്തെ അറിയുക. രാമായണം ഒരു ആദികാവ്യം, ശരി, ആദികാലത്ത് ഒതുക്കി വയ്ക്കാനുള്ള കാവ്യമല്ല, മറിച്ച് നമ്മുടെ ജീവിതത്തിൽ രാമായണവും നമ്മോടൊപ്പം ജീവിക്കുന്ന ഗ്രന്ഥം, ജീവിക്കുന്ന കാവ്യം, ജീവിക്കുന്ന മനുഷ്യേതിഹാസം എന്നുള്ള മട്ടിൽ ഈ മഹത് കൃതിയെ നമ്മൾ ആദരിക്കുന്ന, അതിൽ അഭിമാനം കൊള്ളുന്ന ഒരു സംസ്കാര വിശേഷത്തിൻ്റെ ഉടമകളാണ് നമ്മൾ എന്നുള്ളത് എത്ര ആനന്ദകരമാണ്, അഭിമാനകരമാണ് എന്ന് ഈ അവസരത്തിൽ ഞാൻ ഓർമ്മിക്കുന്നു. ശ്രീരാമസാഗരത്തിൽ അടുത്തതും ഒരു ഭക്തിഗാനമാണ്. രാമ
ശ്രീരാമന്റെ പാദപങ്കജങ്ങളിൽ മംഗളവും ശാന്തിയും സമർപ്പിക്കുന്ന ഭക്തിസാന്ദ്രമായ സമാപന ഗീതമാണ് ഇത്. ധർമ്മത്തിന്റെ പ്രതീകമായ രാമചന്ദ്രനെയും സീതാദേവിയെയും
ഭക്തശ്രേഷ്ഠനായ ഹനുമാനെയും സ്മരിച്ച് രാമനാമത്തിന്റെ പുണ്യപ്രഭയിൽ നമ്മുടെ ഹൃദയങ്ങളും ജീവിതവും നിറയട്ടെ എന്ന പ്രാർത്ഥനയാണ് ഈ മംഗളഗാനം. രാമായണത്തിന്റെ മഹത്തായ സന്ദേശങ്ങൾ ഹൃദയത്തിൽ ഏറ്റുവാങ്ങി രാമചന്ദ്രായ മംഗളം എന്ന മംഗളധ്വനിയോടെ ഈ ഭക്തിസന്ധ്യയ്ക്ക് നമുക്ക് സമാപനം കുറിക്കാം. ഗായകൻ കൃഷ്ണനന്ദും സംഘവും അവതരിപ്പിക്കുന്ന മംഗളഗാനം കേൾക്കാം രാമാമൃതത്തിൽ. രാമചന്ദ്രായ ജനകരാജാമനോഹരായ മാമകാഭീഷ്ടദായ മഹിതമംഗളം. സുപുത്രായ ദേവദേവോത്തമായ ഭാവജ ഗുരുവരായ ഭവ്യമംഗളം. സ്വാമി ഭദ്രഗിരിവരായ സർവമംഗളം. സ്വാമി ഭദ്രഗിരിവരായ സർവമംഗളം. സ്വാമി ഭദ്രഗിരിവരായ സർവമംഗളം. ജനം ടിവിയും പാഞ്ചജന്യം ഭാരതവും സംയുക്തമായി അവതരിപ്പിക്കുന്ന ശ്രീരാമസാഗരം എന്ന രാമായണ മാസ പരിപാടി ഇന്ന് ഇവിടെ സമാപിക്കുകയാണ്. എല്ലാ ജനം ടിവി പ്രേക്ഷകർക്കും ശ്രീരാമദേവന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.